കരുണയുടെ വിഷയമായാലും ഇപ്പോൾ മെത്രാൻ കടമക്കുടി വിഷയമായാലും ഒക്കെ പരിശോധിച്ചാൽ കൃത്യമായ നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങളെ മറികടക്കുന്ന ഒരുപക്ഷെ ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങളെയും മറികടക്കുന്ന രീതിയിലേക്ക് ഒരു നിലപാട് പോയി. പ്രത്യേകിച്ച് ഇത് പരിശോധിക്കുമ്പോൾ ഈ അടുത്തായി നടന്ന മന്ത്രിസഭാ യോഗങ്ങളിൽ തിരക്കിട്ട് ഫയലുകൾ ഒപ്പിട്ട് ഈ വിധത്തിൽ ഭൂമാഫിയകൾക്കായി കൈമാറുന്ന തരത്തിലേക്കുള്ളൊരു നീക്കത്തിലേക്ക് കൂടി എത്തുന്ന ഘട്ടം അല്ല. അതിനകത്ത് ഒരു സർക്കാരിന്റെ കാലയളവ് കഴിയുകയും അടുത്ത സർക്കാരിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു ഇടക്കാല അവസ്ഥയുണ്ടല്ലോ. ആ ഇടക്കാല അവസ്ഥകളിൽ സാധാരണഗതിയിൽ നയപരമായ കാര്യങ്ങളെ സ്പർശിക്കുന്ന തീരുമാനങ്ങൾ ക്യാബിനറ്റ് കൈക്കൊള്ളാറില്ല എന്നതാണ് ഒരു കീഴ്വഴക്കം, നിയമമൊന്നുമല്ല. അവിടെ നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, അത്തരം സാഹചര്യങ്ങളിൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി ചില കാര്യങ്ങൾ പാസ്സാക്കാറുണ്ട്. ചില നിയമനങ്ങളുടെ കാര്യം, ചില ചില്ലറ കാര്യങ്ങൾ ഒഴിച്ച് ഗൗരവതരമായ ഭൂമിയെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ തീരുമാനിക്കാറേയില്ല. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വരെ ഒരു കീഴ്വഴക്കമുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല സലീം. കാര്യം അങ്ങനെ വരുമ്പം അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു വെച്ച് പോകാമല്ലോ. അതിൽ അലങ്കോലപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. എന്തിനിത് ചെയ്തു എന്ന അതിൻ്റെ അതിൻ്റെ ലക്ഷ്യബോധം എന്തിനായിരുന്നു ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ പടപടപടാ ഈ ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് ഇത്ര ഭൂമി 2500 ഏക്കർ ഭൂമി അങ്ങനെ അന്യാധീനപ്പെടുന്ന രീതിയിൽ സമീപനം കൈക്കൊണ്ടത്? അദ്ദേഹം കൃത്യമായ ഓർഡറിൽ തന്നെ പറയുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുക്കുന്നതിന് തുല്യമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം, പല കേസുകളിലായി തർക്കഭൂമിയായി സർക്കാർ തന്നെ നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭൂമിയെന്ന് സർക്കാർ വാദിക്കുന്ന ഘട്ടത്തിൽ ഈ ഭൂമിക്ക് ടാക്സ് അടയ്ക്കാം, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതിന് തങ്ങൾക്ക് എതിർപ്പില്ല എന്ന നിലപാട് അതേ സർക്കാർ തന്നെ കൈക്കൊള്ളുമ്പോൾ സർക്കാർ മുൻ നിലപാട് തിരുത്തി എന്നെങ്കിലും സലീം തീരുമാനിക്കുമല്ലോ, അംഗീകരിക്കുമല്ലോ. അങ്ങനെ തിരുത്തിയെങ്കിൽ അത് ആർക്ക് വേണ്ടി തിരുത്തി, എന്തിനു വേണ്ടി തിരുത്തി? ആ തിരുത്തൽ, ഇത്രയും ഭൂമി കൈമാറ്റം ചെയ്യാവുന്ന രീതിയിലുള്ള തിരുത്തൽ നമ്മുടെ കേരളത്തിൻ്റെ സമകാലീന രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്ഷന്തവ്യമായ ഒരു കാര്യമാണോ അല്ലയോ? അതാണ് നാം ആലോചിക്കേണ്ടത്. അല്ലാതെ ഉമ്മൻചാണ്ടി ചെയ്തോ ഇല്ലയോ എന്നതല്ല. അങ്ങനെ സംഭവിക്കുന്നു, ഉമ്മൻചാണ്ടി അങ്ങനെ നിലപാടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ നിലപാടുകളുടെ പുറകിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരുന്നു എന്നതാണ് നാം പരിശോധിക്കേണ്ട വിഷയം. അതാണ് പറയുന്നത്, 6 മാസം കൊണ്ട് വ്യത്യസ്ത മന്ത്രിമാരുടെ ആഭിമുഖ്യത്തിൽ ഈ നിലവാരത്തിൽ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് സഹായകമായ നിലപാടുകൾ കൈക്കൊണ്ടിരിക്കുന്നു. അടിയന്തര പ്രാധാന്യമില്ലാത്ത ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേക അജണ്ടയായി ചേർക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പണസമ്പാദനമല്ലാതെ, അഴിമതിയിലൂടെ പണസമ്പാദനമല്ലാതെ മറ്റെന്തായിരുന്നു എന്നാണ് സലീം പരിശോധിക്കേണ്ടത്. അതിനാണ് മറുപടി വേണ്ടത്. ശ്രീധരൻ, നേരത്തെ ശ്രീ PS സലീം ചോദിച്ച ചോദ്യത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിന് മറുപടി പറയാനുള്ളത് അല്ല. അതില് നമ്മൾ ഫോറസ്റ്റ് കേസ്, പ്ലാന്റേഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. PS സലീമിൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ചരിത്രം അറിഞ്ഞൂടാ എന്നുള്ളതാണ്. ഞാൻ ഗണേഷ് കുമാറിനെ സ്തുതി പാടിയതൊന്നുമല്ല. UDF ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മന്ത്രി, ഇവർ ഭരിക്കുന്ന UDF ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു മന്ത്രി ചെയ്ത ശരിയായ നിലപാടും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നുകൊണ്ട് പ്ലാന്റേഷൻസിന് വേണ്ടിയും തിരിച്ച് ഗവൺമെൻറ്റിന് വേണ്ടിയും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, AGയെ വിശ്വസിക്കാൻ കൊള്ളാത്തത് കൊണ്ട് സുശീല ഭട്ട് ഫൈറ്റ് ചെയ്താൽ മതി എന്നൊരു ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിട്ടാണ് തിരുവഞ്ചൂർ ആ ഫോറസ്റ്റിനെ, പ്ലാന്റേഷൻസിനെ, അതായത് സർക്കാരിന് വേണ്ടി ഇത് പ്ലാന്റേഷൻസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ജനറലിനെ വിശ്വാസയോഗ്യനല്ല, അങ്ങേര് ഫൈറ്റ് ചെയ്യുന്ന എല്ലാ കേസസും സർക്കാരിന് വേണ്ടി തോറ്റുകൊടുത്തോണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ഗവൺമെൻറ് പ്ലീഡറിന് പകരം ഒരു ഗവൺമെൻറ് പ്ലീഡർ സുശീല ഭട്ട് ഫൈറ്റ് ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം എന്താണ്? ഈ കാരണം കൊണ്ടാണ്. അപ്പം ഞാൻ അത് ഇവർക്കെതിരെയല്ല ഞാൻ പറഞ്ഞത്, ഇവരുടെ സമയത്ത് ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ്. പ്രശ്നം പറ്റിയത് എന്താണെന്നറിയാമോ? ഇപ്പൊ മുഖ്യമന്ത്രിയും അടൂർ പ്രകാശും ഈ വിശ്വാസ് മെഹത്തേക്ക് കൂടെ എടുക്കുന്ന ഈ തീരുമാനം വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഗതികേടിലാണ് ഇവർ. അതിന് തർക്കമൊന്നുമില്ല. ആ ഡിഫെൻഡ് ചെയ്യുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കുക. ടാക്സ് അടയ്ക്കാനായിട്ട് ഇപ്പൊ കോർട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? കോർട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിക്കാം. നോ ഡെസിഷൻ ഷുഡ് ബി ടേക്കൺ വിത്തൗട്ട് ഇറ്റ്സ് കൺസെന്റ്. അതാണ് ഇപ്പൊ നില. അതിന്റെ അർത്ഥം എന്താണ്? ഒരു തീരുമാനം എടുക്കരുത്, ആരും, ഗവൺമെന്റും ആരും എടുക്കരുത് എന്നുള്ളതാണ്. അതിനെ ലംഘിച്ചിരിക്കുന്നു. 2, അപ്പോൾ കോട്ടലക്ഷ്യം തന്നെയാണിത്. അങ്ങനെയും കൂടെ ഉണ്ട്. രണ്ടാമത്തത്,
ഇവരിറക്കുന്ന ഓർഡറിൽ എന്താണ് പറയുന്നത്? അക്സെപ്റ്റൻസ് ഓഫ് ബേസിക് ടാക്സ് does not establish the right over the land and so there is no point in refusing basic tax എന്നാണ്. അതായത് ടാക്സ് സ്വീകരിക്കാം, പക്ഷെ അതിൻ്റെ അർത്ഥം ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് അല്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ എത്രയോ കേസുകളിൽ ടാക്സ് എടുക്കാതെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അത് കണ്ടൻഷ്യസ് ആയിട്ടുള്ള ലാൻഡ്. ഇതിലൊക്കെ ഗവൺമെന്റ് ഇനി ഓർഡർ ഇഷ്യൂ ചെയ്യൂ ടാക്സ് എടുത്തോളാൻ. അപ്പോൾ റവന്യൂ സ്ട്രക്ചറും ഇതിനുള്ള റെഗുലേറ്ററി മെക്കാനിസം മൊത്തം പൊളിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിർഭാഗ്യവശാലുള്ള ഒരു പ്രശ്നം അറിയാമോ? അദ്ദേഹത്തിന് ഈ ലീഗൽ സ്ട്രക്ചേഴ്സും ഒരു ഗവർണൻസിന്റെ സംവിധാനം ഉണ്ടെന്നുള്ളതൊന്നും വലിയ പിടിയില്ല. അപ്പൊ ഇപ്പൊ ചെയ്തത് എന്താണെന്നറിയാം? ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരുടെ വലിയൊരു സംഘമായിട്ടുള്ള പരിസ്ഥിതി ഐക്യവേദി, നമ്മൾ എല്ലാ പാർട്ടിയിലെ ആൾക്കാരുണ്ട് അതിനകത്ത്. പക്ഷെ നിവൃത്തിയില്ലാതെ ഒരുമിച്ച് വന്നിട്ട് നമ്മൾ ഇവർക്കെതിരെ ഒരു കുറ്റപത്രം ഇറക്കി, പരിസ്ഥിതി കുറ്റപത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയാമോ? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പരിസ്ഥിതി വിരുദ്ധ മന്ത്രിസഭയായിരുന്നു ഇത് എന്നുള്ളത് പറയേണ്ട ഗതികേടാണ്. അങ്ങനെ പറയേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ നിന്നും ഇവർ ചില കാര്യങ്ങൾ പഠിക്കണം. ഇനി അവസാനമായിട്ട് എനിക്ക് കൺക്ലൂഡിംഗ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ പി എ സലീം ഇദ്ദേഹം നേരത്തെ ചോദിച്ചു പി എ സലീം ആരുടെ കൂടെ ആണ് എന്ന് ചോദിച്ചു. ഞാൻ നേരെ തിരിച്ചാണ് പറയുന്നത്. വി എം സുധീരൻ ആവശ്യപ്പെട്ടത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണ്. ഒറ്റ ചോദ്യം. വി എം സുധീരൻ അവരുടെ KPCCയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം നടപ്പാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരു കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് 2 കോൺഗ്രസ് ആണ്. ഒന്ന് കൊള്ളക്കാരുടെ, തീവെട്ടി കൊള്ളക്കാരുടെ കൂടെ, ആര് പറഞ്ഞു? സതീശൻ പറഞ്ഞ തീവെട്ടി കൊള്ളക്കാരുടെ കൂടെയും, ഒന്ന് കേരളത്തിന്റെ കൂടെയും. ഇങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി എടുത്ത് പറയാണ്, സുധീരൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വിവാദമായ തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ്. അവിടെ ഇതിലെ പ്രശ്നം അറിയാമോ? 10-200 തീരുമാനങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്നത് വി എം സുധീരൻ അടക്കമുള്ളവർ ഇപ്പൊ ചെയ്യേണ്ടെന്നറിയാമോ? ഇതുവരെ ഉള്ള ഇവർ 4 മന്ത്രിസഭകളിൽ, അവസാനത്തെ 4 മന്ത്രിസഭകളിൽ തീരുമാനിച്ച എല്ലാ തീരുമാനവും കഴിഞ്ഞ വർഷത്തെ ഫൈനാൻസ് ബിൽ, അതായത് നമ്മുടെ നെൽവയലുകളെ മൊത്തം നികത്താനായിട്ട് തീരുമാനിച്ച ഇല്ലീഗൽ ആയിട്ടുള്ള ഫൈനാൻസ് ബില്ലിന്റെ അമെൻമെന്റും ഇനി കോടതിയിൽ അത് അടുത്തത് വരാൻ പോവുകയാണ്. ഇപ്പൊ ക്വാറിയുടെ ഇന്ന് വന്നതുപോലെ അടുത്തത് അത് വരാൻ പോവുകയാണ്. അതും റദ്ദാക്കണം. അല്ലെങ്കിൽ ഇപ്പൊ റദ്ദാക്കാനായിട്ട് നമുക്ക് എന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യണം. ഇത് നടപ്പാക്കരുത്. ഇവരാണോ അടുത്ത മറ്റേത് ഇടതാണോ എന്ന് വരുന്നതെന്നുള്ളതല്ല വിഷയം, നടപ്പാക്കരുത് എന്നുള്ളതാണ്. അതാണ് കേരളത്തിന്റെ ആഗ്രഹം. അത് നടപ്പാക്കാൻ സലീമിനും ഇവർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജനം ഇവരുടെ കൂടെ നിൽക്കും. ഞാൻ തിരികെ എത്താം. ശ്രീ പി എസ് സലീം, താങ്കളുടെ മറുപടിയിലേക്ക് തന്നെ വളരെ വേഗം തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമായിരിക്കുകയാണ്. ദയവായി ടെലിഫോൺ ലൈൻ തുടരുക. ചർച്ചയിലേക്ക് എത്താം വളരെ വേഗം. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ പി എസ് സലീം, താങ്കളുടെ മറുപടിയിലേക്ക് തന്നെയാണ്. സുപ്രധാനമായും ഇവർ 3 പേരും ചോദിച്ച ഒരു വിഷയം ഇതാണ്: എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ധൃതി പിടിച്ച് ഇത്തരം തീരുമാനങ്ങൾ എടുത്തു? സമീപകാലത്തുണ്ടായ കരുണ വിഷയമായാലും, പിന്നെ സന്തോഷ് മാധവന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമായാലും, മെത്രാൻ കടമക്കുടി വിഷയമായാലും ഒക്കെ തന്നെ ഇത്തരം വിവാദമായ വിഷയങ്ങളിലേക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ തിരക്കിട്ട തീരുമാനങ്ങൾ എടുത്തു? അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ പരിസ്ഥിതി പ്രവർത്തകരുടേതടക്കം വിമർശനങ്ങളും പരാതികളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ഫ്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ ആകുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. ശ്രീ സലീം. അല്ല, ഇത് എന്തായാലും സെക്കൻഡ് പാർട്ടിൽ ശ്രീധരൻ കുറെ കൂടി റിയലിസ്റ്റിക് ആയി കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കരുണ എസ്റ്റേറ്റിന്റെ കരം സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ ബ്രീഫിംഗിൽ വളരെ കൃത്യമായി പറഞ്ഞത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന നിലയിലാണ് ഗവൺമെന്റ് ക്യാബിനറ്റ് ഈ തീരുമാനം എടുക്കുന്നു. അതായത് ഈ പിൻവലിക്കാനുള്ള തീരുമാനം. ഞാനത് പറയാൻ കാര്യം, എന്നോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ KPCC പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും KPCCയുടെ പ്രസിഡന്റ് ഈ സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ, ഈ സർക്കാരിനെ വിവാദങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രീ സലീം, മുഖ്യമന്ത്രി പോലും എടുത്തു പറഞ്ഞതാണ്, മാധ്യമങ്ങൾ പോലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഈ ഓർഡറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പല കാര്യങ്ങൾ സൂചിപ്പിച്ചു. പക്ഷെ സൗമ്യ, ഒരു കാര്യം ഇവിടെ പാസുരേന്ദ്ര ബാബുവിനോടാണെങ്കിലും ശ്രീധരനോടാണെങ്കിലും എന്റെ സ്നേഹിതൻ റഹീമിനോടാണെങ്കിലും ഒരു കാര്യം, ഈ കരുണ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മെത്രാൻകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച് അവസാനിച്ച കാര്യമല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
മെത്രാൻകായൽ ഇഷ്യൂ വരെ കഴിഞ്ഞ LDF ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. ആ വീണ്ടും നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് ഞാൻ അതിലേക്ക് പോകുന്നില്ല. താങ്കൾ തുടർച്ചയായി തെറ്റിദ്ധാരണ പരന്ന കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ മുമ്പിൽ പറയുന്നത്. എന്തിനാണ് താങ്കൾ ഈ മെത്രാൻ കായലുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെന്റിന് മുമ്പിൽ പ്രോജക്റ്റ് വന്നു, നിരവധി പ്രോജക്റ്റുകൾ വന്നു. ആ പ്രോജക്റ്റുകളെ സംബന്ധിച്ച് ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല LDF ഗവൺമെന്റ്. ആ പ്രോജക്റ്റിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് പഠിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് വിട്ടുകൊടുത്തു. അതും നിങ്ങൾ ഈ പതിച്ചു കൊടുത്തതും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നത്? രണ്ടാമത്തെ കരുണ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമയത്ത് 70 ഈ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണ് 1970. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമയത്ത് കാലത്ത് AK ആന്റണി മിനിസ്റ്ററുടെ കാലത്ത് ഒക്കെ എസ്റ്റേറ്റിനെതിരായി കൃത്യമായി സർക്കാരിന്റെ താല്പര്യം തന്നെയാണ് കോടതിയിൽ ഉയർത്തിക്കാട്ടപ്പെട്ടത്. പിന്നെ ഈ സന്ദർഭത്തിൽ അതും ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ കമ്പനിക്കൊപ്പം നിന്നുകൊണ്ട് സർക്കാർ അഭിഭാഷകയുടെയും മുഴുവൻ സർക്കാർ വകുപ്പുകളുടെയും എല്ലാ ചട്ടങ്ങളെയും ഉത്തരവുകളെയും ലംഘിച്ചുകൊണ്ട് നിങ്ങൾ നിലപാടെടുത്തു. എങ്ങനെയാണ് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത്? ഇല്ല, ഇപ്പോഴും റഹീം മറുപടി പറയാത്ത, സ്വാമി എനിക്ക് 1 മിനിറ്റ് തരണം. റഹീം മറുപടി പറയാത്ത ഒരു വിഷയമുണ്ട്. കരുണ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട മുൻ സർക്കാരിന്റെ കാലത്ത്, ഇടതുപക്ഷങ്ങളുടെ കാലത്ത് ഗവൺമെന്റിനെതിരായ ഒരു വിധി വന്നപ്പോൾ അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ ഫയൽ എഴുതി വെച്ചിരുന്നു, ഈ കേസിൽ അപ്പീൽ പോവേണ്ട കാര്യമില്ല എന്നുള്ള. ആ ഫയൽ വളരെ കൃത്യമാണ്. അതെന്തായാലും അത് ഭാഗികമായിട്ട് ശ്രീധരൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നതിന് ശേഷമാണ് അത് വീണ്ടും ഡിലേ കൺട്രോൾ ചെയ്ത് സുപ്രീം കോടതി അപ്പീൽ കൊടുത്ത് സുപ്രീം കോടതി അതിന്റെ വാദം കേട്ടതിന് ശേഷം കേരള ഹൈക്കോടതിക്ക് വീണ്ടും റിമാൻഡ് ചെയ്ത കേസ് ദാറ്റ് ഈസ് സ്റ്റിൽ പെൻഡിങ് ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് കേരള. പക്ഷെ അത് എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണ്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പക്ഷേ ശ്രീ സലീം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അതിന് കൃത്യമായ മറുപടി ശ്രീ റഹീം പറയുന്നതാണ്. അതോടൊപ്പം തന്നെ മാർച്ച് 1 എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തു? അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ ഈ ചർച്ചയിൽ വളരെ പ്രസക്തമാണ്. തീർച്ചയായും അത് മറുപടി ശ്രീ റഹീം പറയുന്നതാണ്. ഞാൻ ചോദിച്ചത് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു? അത്രയും ട്രാൻസ്പെറന്റ് ആയിരുന്നു സർക്കാരിന്റെ നിലപാടെങ്കിൽ ഇതുവരെയുള്ള നമ്മളുടെ നിയമ പോരാട്ടങ്ങളെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് കരമടയ്ക്കാനുള്ള ഒരു സാധ്യത ഒരുക്കി കൊടുത്തു? ഞങ്ങൾ കരമടയ്ക്കാനുള്ള ഈ തീരുമാനം, ആ തീരുമാനത്തിന്റെ നിയമപരമായ ഇവിടെ ശ്രീധരൻ പറഞ്ഞല്ലോ, അത് ഇറ്റ് ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് എനി റൈറ്റ് എനി റൈറ്റ് ടു പോസ്റ്റിംഗ് കമ്പനി പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു ടാക്സ് അക്സെപ്റ്റ് ചെയ്യാനുള്ള തീരുമാനം അതിന് ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. അതൊരു പ്രസിഡന്റ് ആവരുതെന്നുള്ള ഒരു ശ്രീധരന്റെ വാദം ഞാൻ അംഗീകരിക്കുന്നു. ഞങ്ങൾ അതിനെതിരാണ്, KPCC എതിരാണ്. അതുകൊണ്ടാണ് ആ വിവാദ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഉത്തരവ് പിൻവലിച്ചത്. അങ്ങനെ ഒരു ഉത്തരവ് പിൻവലിക്കുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഗോയും ഇല്ല. ഗവൺമെന്റ് ഉത്തമ ബോധ്യത്തോടു കൂടി അത് പിൻവലിച്ചതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്ററിന്റെ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികളിൽ മുഴുവൻ ഇന്ന് അധികാരത്തിലിരിക്കുന്ന UDF ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഞാൻ. ശ്രീ സലീം, തിരികെ എത്താം. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ആ ഒരു ഉത്തരവ് പിൻവലിച്ചതുകൊണ്ട് മാത്രം സർക്കാർ പ്രതിക്കൂട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? അല്ല, ആ ഉത്തരവ് പിൻവലിച്ചതിന് ഉമ്മൻചാണ്ടി പറഞ്ഞ കാരണം സലീം പറഞ്ഞ കാരണമൊന്നുമല്ല. KPCC പ്രസിഡന്റിനെ എതിർത്തതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ ഉത്തരവിൽ കുഴപ്പങ്ങളൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല, സത്യത്തിൽ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ഉത്തരവാണ്, എങ്കിൽ പോലും വിവാദങ്ങൾ വന്ന സാഹചര്യത്തിൽ പിൻവലിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പം വിവാദങ്ങൾ ഉണ്ടാക്കിയത് പ്രധാനമായും KPCC പ്രസിഡന്റ് തന്നെയായിരുന്നു. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? സലീമിന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു ക്യാബിനറ്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പം അതിൻ്റെ എല്ലാ വശവും പരിശോധിക്കുക. താങ്കൾ മെത്രാൻ കായലിനെ കുറിച്ച് പറയുകയുണ്ടായി. കഴിഞ്ഞ സർക്കാർ അതിനുവേണ്ടി ചില നടപടികളിലേക്ക് നീങ്ങി. 4-ാം വർഷം പൂർത്തിയാക്കുമ്പോൾ പുതിയ പ്രോജക്റ്റുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് മെത്രാൻ കായലുമായി ബന്ധിപ്പിച്ച പ്രോജക്റ്റ് ചർച്ചയ്ക്ക് എടുക്കുകയുണ്ടായി എന്നത് സത്യമാണ് ഇടതുപക്ഷ സർക്കാർ. പക്ഷെ ക്യാബിനറ്റിൽ വന്നപ്പോൾ അതിന് എതിർപ്പ് വരികയും അത് ഒഴിവാക്കപ്പെടുകയും ചെയ്തല്ലോ. ഇവിടെ ക്യാബിനറ്റ് എന്ത് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്? ഒഴിവാക്കുന്നില്ല എന്ന് മാത്രമല്ല, എതിർപ്പിൻ്റെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു രീതി ഉപയോഗിച്ച് അതിനെ വീണ്ടും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. ആ സമീപനവും ഈ സമീപനവും രണ്ടല്ലേ സലീം? ഈ വിജയിക്കാനുള്ള സംസാരമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഇടത് വലത് വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിന് ഈ അവശിഷ്ട ഭൂമിയുടെ
സംരക്ഷണം ഈ സ്റ്റേറ്റിന് വേണ്ടി എങ്ങനെ ചെയ്യാം എന്നാലോചിക്കേണ്ട ഉത്തരവാദിത്വ നിർവഹണത്തിന് പകരം ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ ഏതാനും മന്ത്രിമാരും കഴിഞ്ഞ 6 മാസമായി കൃത്യമായും ഹോംവർക്ക് ചെയ്ത് ഗൃഹപാഠം ചെയ്ത് ഭൂമി എങ്ങനെ അന്യാധീനമാക്കാൻ കഴിയുമെന്ന് ശ്രമിച്ചുകൊണ്ടാണ് ഔട്ട് ഓഫ് അജണ്ടയായി ഈ 822 ഉത്തരവുകളിൽ 8 ഉത്തരവുകളിലൂടെ ഇപ്പോൾ റഹീം പറഞ്ഞതുമാതിരി ഈ 2500 ഏക്കർ ഭൂമി കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചത്. അതിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ അഭിപ്രായം ചോദിക്കുമ്പം താങ്കൾ മറ്റു ചില കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ അഭിപ്രായം പറയുന്നില്ല. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. ആ ചോദ്യം എത്തുന്നത് സുധീരനൊപ്പമാണോ അതോ ഉമ്മൻചാണ്ടിക്കൊപ്പമാണോ? അതിലേക്ക് തിരികെ എത്താം. ദയവായി തുടരുക. ശ്രീധരൻ, ഒരു സുപ്രധാനമായ വിഷയം നേരത്തെ ശ്രീ സലീം സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. കരുണ എസ്റ്റേറ്റിൽ ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്ന തരത്തിൽ ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചിരുന്നു, ലാൻഡ് ബോർഡ് സെക്രട്ടറിയുടെ റിപ്പോർട്ടായാലും ചീഫ് സെക്രട്ടറി പോലും വന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യക്ഷമായി വന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെയും അതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട്. ഇല്ല, നമ്മൾ 2 കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്നും എടുക്കട്ടെ. ഒന്ന്, അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഒരു കാര്യം. അതായത് ഞാനിത് പറഞ്ഞത് അക്സെപ്റ്റൻസ് ഓഫ് ബേസിക് ടാക്സിനെ കുറിച്ച്. അതിൽ ടാക്സ് എടുക്കാൻ പാടില്ലാത്ത കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഭൂമിയാണിത്. അതിൽ ഗവൺമെന്റ് പറയുന്നു ടാക്സ് എടുത്തോളൂ, എന്നാലും ഓണർഷിപ്പിന്റെ കാര്യത്തിൽ സർക്കാരിന് അതിൻ്റെ അർത്ഥം അവർക്ക് ഓണർഷിപ്പ് കിട്ടി എന്നുള്ളതല്ല എന്നാണ് ഈ ഓർഡർ പറയുന്നത്. ആ ഓർഡർ നിലനിൽക്കില്ല. വേറൊന്നും കൊണ്ടല്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ടാക്സ് അടയ്ക്കാതെ ഈ തർക്കത്തിൽ കിടക്കുന്ന ഭൂമിയെല്ലാം ടാക്സ് അടച്ചാലും തർക്കം തുടരും എന്നാണോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണത്. തിരിച്ച് ടാക്സ് അടയ്ക്കാൻ കൊടുത്താലോ? ഇവർ കൊണ്ടുവന്നൊരു 40 പേർക്ക് അങ്ങ് വിറ്റു എന്ന് വെച്ചു. 40 പേരുടെ 50 പേരുടെ പേരിൽ. കാരണം 27ഓളം പ്ലാന്റേഷൻസിൽ 10-21 പ്ലാന്റേഷൻസിൽ തിരിച്ചു പിടിക്കാൻ പറ്റാതെ കിടക്കുന്നത് ഇതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ആരുടെയാണ് ഓണർഷിപ്പ് അത് പിടിയില്ല, അത് ആരുടെ നിന്നൊക്കെ വാങ്ങിച്ചു, ഇതൊന്നും ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൺഫ്യൂസ്ഡായി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കേസിൽ അതല്ല, ഒരാളുടെ ഓണർഷിപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ തിരിച്ചു പിടിക്കാൻ എളുപ്പമാണ്, ഈ കേസ് ഫൈനലൈസ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതൊരു വിഷയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇത്രയും കാലം ഇദ്ദേഹം ഇടതിൻ്റെ കാലത്തുള്ള പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ വലതിൻ്റെ UDFന്റെ കാലത്തുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത്രയും കാലം നമ്മൾക്ക് കോടതിയിൽ പല സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്, കോടതിയിൽ നമ്മൾ തോറ്റിട്ടുണ്ട്, ചില ഓർഡേഴ്സ് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഒരു കാര്യം ക്ലിയറാണ്, ഒരു സർക്കാരും ഇതെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് മിച്ചഭൂമി ഉണ്ടെന്നുള്ള കാര്യം അംഗീകരിക്കുന്നുണ്ട്. 2, ഇതിനകത്ത് ഈ കയ്യേറിയ ഭൂമി ഉണ്ടെന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട്. 3, ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഇത് മൊത്തം സർക്കാർ ഭൂമിയാണെന്നുള്ളതും കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല ഇനിയുള്ള ഭൂമിയും ഇനി മറ്റുള്ളവരുടെയും. അപ്പോൾ ഇതെല്ലാം മ്യൂട്ടേറ്റ് ചെയ്യണം എന്നാണ് ഈ ഓർഡറുള്ള ഈ നമ്മുടെ ഗവൺമെന്റ് കമ്മിറ്റി ഉള്ളത്. എല്ലാം മ്യൂട്ടേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം അറിയാമോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി വന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഇത് ഞങ്ങൾക്ക് സർക്കാരിന് ഇതിൽ ഭൂമിയില്ല, ഇത് മൊത്തം അവരുടെ ഭൂമിയാണെന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഒരു നിലപാട് മൊത്തം മാറ്റുകയാണ് അവർക്ക് വേണ്ടി. അത് അക്സെപ്റ്റബിൾ അല്ല. അതിന്റെ പിന്നിൽ ഈ ചെറിയ കളിയൊന്നുമല്ല, എന്തോ വലിയ കളി നടന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ കൂടി ചേർത്തോട്ടെ. നേരത്തെ ശ്രീ സലീം എന്നോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ചെന്റെ സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുന്നു. ശ്രീ സലീം തുടർച്ചയായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ കേസിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഇതുമാത്രമല്ല, ഒരുപാട് കേസുകൾ ഇത് സമാനമായ സ്വഭാവമുള്ള കേസുകളുണ്ട്. പക്ഷേ ഇത്തരം കേസുകളിലൊക്കെ സർക്കാർ കൃത്യമായ നിലപാട് എക്കാലം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ ലീഗൽ പോരാട്ടങ്ങൾ, നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി എതിർഭാഗത്തിന് അനുകൂലമായൊരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതെല്ലാം സർക്കാരിന്റെ അടിസ്ഥാന നിലപാടിൽ നിന്ന് പുറകോട്ട് പോയില്ല. ശ്രീ ശ്രീധരൻ സാറിനോട് സൂചിപ്പിച്ചു, സർക്കാരിന്റെ അടിസ്ഥാനപരമായ നിലപാട് കരുണ എസ്റ്റേറ്റ് കൈവശം വെച്ചിരിക്കുന്ന ഈ വിവാദ ഭൂമി അത് സർക്കാരിൻ്റെതാണ് എന്നുള്ള അതിൽ നിന്ന് വ്യതിചലിച്ചത് ഇവരാണ്. രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ടാക്സ് അടയ്ക്കാൻ അനുമതി കൊടുത്തു, ടാക്സിന് മാത്രമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കമ്പനി സർക്കാരിന് കുറേ പൈസ ടാക്സ് കൊടുത്തോളാൻ വയ്യ, ഞങ്ങൾ ഇങ്ങനെ കൊടുക്കാതിരിക്കുകയാണ്, വല്ലാത്ത കുറ്റബോധം കൊണ്ട് ഞങ്ങൾ ഒന്ന് കൊടുക്കാൻ അവസരം തരൂ എന്ന് പറഞ്ഞു ചെന്നതല്ലല്ലോ. അവർ യഥാർത്ഥത്തിൽ അവരുടെ നിയമപരമായ പഴുതൊപ്പിക്കുകയായിരുന്നു. അതിനാണ് സർക്കാർ ഒന്ന് കൊടുത്തത്. എല്ലാ സർക്കാരുടെ കാലത്തും ഇവർ ഇതുപോലെ ടാക്സ് അടയ്ക്കുകയും അതുവഴി കരം തീർക്കുവാനുള്ള അധികാരം വാങ്ങി അതിന്റെ മറവിൽ വസ്തു വിൽക്കുന്നതിനും നിയമപരിരക്ഷ എടുക്കുന്നതിനുമുള്ള ശ്രമം നടത്തിയിരുന്നു. അത് മുൻപൊന്നും നടന്നിരുന്നില്ല. അതിപ്പോ UDF ഗവൺമെന്റ്. വളരെ വേഗം മറുപടിയിലേക്ക് ഞാൻ പെട്ടെന്ന് പറയാം. ഇപ്പോഴും ശ്രീധരൻ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുമ്പോഴും ആ പറയുന്ന കാര്യങ്ങളിൽ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ചില കാര്യമുണ്ടെന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം,
മുഖ്യമന്ത്രി ഇതിനെ മുഖ്യമന്ത്രി അത് ന്യായീകരിച്ചൊന്നുമില്ല. ഒരു 840 ഏക്കർ ഈ പോപ്സിന്റെ കൈവശമുള്ള എസ്റ്റേറ്റിനകത്തുള്ള 840 ഏക്കറില് ഒരു ലാൻഡ് ബോർഡിന്റെയും സർവേയുടെയും ഒരു സർവേ നടന്നിട്ടുണ്ട്. ആ സർവേയുടെ റിപ്പോർട്ട് അതിപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് കോടതിയിൽ തെളിഞ്ഞു എനിക്കറിയില്ല. അതിൽ എക്സസ് ലാൻഡ് ഇല്ല എന്നുള്ള ഒരു ഫൈൻഡിങ് നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം അത് ഇവിടെ ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ കൃത്യമായിട്ട് അറിയാവുന്ന ബഹുമാന്യ ശ്രീധരൻ അതേക്കുറിച്ച് പറയും. മുഖ്യമന്ത്രി അതാണ് സൂചിപ്പിച്ചത്. ഇവരുടെ ഒരു പൊസഷന്റെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോഴും ടാക്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ഒരു നിയമപരമായ എക്സസ് ലാൻഡ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാർ ഭൂമി അല്ല എന്ന് അല്ല. മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായിട്ട് അവിടെ സർക്കാർ ഭൂമി ഇല്ല എന്നാണ്. അത് തെറ്റാണെന്നാണ്. അത് തെറ്റായ ഇന്റർപ്രിട്ടേഷനാണ് അതിനകത്ത് എഴുതിയേക്കുന്ന സെന്റൻസിനെ തെറ്റായി ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് AG ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, ഗവൺമെന്റ് പ്ലീഡർ ഇതിനെ എതിർത്തില്ല, അനുകൂലിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തതെന്ന് തീരുമാനിച്ചത് എന്ന് പറയുന്നതും ഒക്കെ തന്നെ സൗകര്യത്തിന് അവർക്ക് വേണ്ടി കള്ളം പറഞ്ഞതാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യും. ഒരു കാര്യമുണ്ട്, കേരള മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യൂ നമ്മള്. അത് സുധീരനും പറഞ്ഞിട്ടുണ്ട്, നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്ത് മതിയത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരുപക്ഷെ ഇനിയും നടന്നിട്ടുള്ള ബാക്കി ഇടപാടുകളെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഇപ്പോൾ ഒരു ആശങ്ക ഉയരുന്നുണ്ട്. നമ്മൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയ പോലെ തന്നെ ഹൈക്കോടതി ആശങ്ക ഉന്നയിച്ച ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്താൽ അല്ല, ഇനി ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുമാതിരി തന്നെ ഒരു സർക്കാരും ഇപ്പോൾ അന്യാധീനപ്പെട്ടു പോയ ഭൂമി മിച്ചഭൂമി എന്ന നിലയ്ക്ക് നിലപാടെടുത്തിരിക്കുന്നു, സർക്കാർ ഭൂമി നിലപാടെടുത്തിരിക്കുന്നു. ആദ്യമായി ഉമ്മൻചാണ്ടി സർക്കാർ അങ്ങനല്ല, അത് സ്വകാര്യ ഭൂമിയാണ്. ഇവിടെ ശ്രീ സലീം ഒരു കാര്യം പറയുകയുണ്ടായി, ഈ 833 ഏക്കർ ശരിക്കും സർവേ ചെയ്ത് അതിനകത്ത് മിച്ച ഭൂമിയില്ല എന്ന് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ 3029 ഏക്കർ അടക്കമുള്ള സർവേ ചെയ്തിട്ടില്ല. അതുമായിട്ട് ബന്ധിപ്പിച്ചല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിജയിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു സർവേ റിപ്പോർട്ടല്ലത്. അതുവരെ എടുത്തു. ഇത്രയും പ്രയാസപ്പെട്ട് എന്തിനാണ് സലീം നമ്മുടെ സർക്കാർ ഭൂമി ജനങ്ങളുടെ ആയ ഭൂമി അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അത് തന്നെയാണ് കൈയോടെ പിടിക്കപ്പെട്ടത്. വളരെ നന്ദി. ചർച്ചയിൽ സംസാരിച്ച ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒപ്പം തന്നെ ശ്രീ റഹീം, ശ്രീധരൻ, ഒപ്പം തന്നെ ശ്രീ PS സലീം.